എല്ലാ കൂട്ടുകാർക്കും റിതം ഓഫ് ലേണിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം? ആമുഖത്തില് എന്ത് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ എന്താ ആമുഖം? 1946 നമ്മുടെ എന്താ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അപ്പൊ 1946 ഇന്ത്യൻ നമ്മുടെ എന്താ പറയാ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയുണ്ടായി. ആ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചിട്ട് 1946 ഡിസംബർ മാസം 13 ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയില് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. എന്താ ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞാൽ? ലക്ഷ്യപ്രമേയത്തിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം. എന്താ ഉദ്ദേശിക്കണേ? ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്തിനു വേണ്ടിയിട്ടാ? ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ? അപ്പോ ആ ഭരണഘടന രൂപീകരിക്കണതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് നെഹ്റു പറയുകയാണ് 1946 ഡിസംബർ 13 ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഒരു മീറ്റിംഗിൽ. അതിനെയാണ് നമ്മൾ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? അത് ചോദിക്കണം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? ഭരണഘടനയുടെ, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കല്ലേ, ആ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നു. ഈ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന പേരിലായി മാറിയത്. അപ്പൊ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം? ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭ 1946 രൂപീകരിച്ചതിന് ശേഷം 1946 ഡിസംബർ 9 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയണ്ടായി. ഡിസംബർ 9 എന്താ ഉണ്ടായെന്ന് പറഞ്ഞ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നു എന്ന് പറഞ്ഞു അല്ലെ? ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് ഡിസംബർ 6 ഡിസംബർ 9 എന്ത് നടന്നു? അവരുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങനെ പല സെക്ഷനുകളായിട്ട് 165 സെക്ഷനുകളായിട്ട് കുറേയധികം മീറ്റിംഗ് നടക്കുകയുണ്ടായി. അപ്പൊ ആ മീറ്റിംഗില് 1946 ഡിസംബർ 13 നമ്മുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ച് ഇതാണ് ഞങ്ങൾ ഒരു ഭരണഘടന എഴുതി ആക്കാൻ പോവാണ്, ആ ഭരണഘടനയുടെ ലക്ഷ്യം ഇതാണ്. ആ ലക്ഷ്യമാണ് പിന്നീട് എന്തായി മാറിയത്? ആമുഖമായി മാറിയത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ 1946 ഡിസംബർ 13 എന്താണ് അദ്ദേഹം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു എങ്കിലും അത് 1947 ജാനുവരി 22 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. അത് നിലവിൽ വരുന്നത് എന്നാണ്? 1950 ജാനുവരി 26 അത് നിലവിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ആമുഖം നിലവിൽ വന്നതാ പറഞ്ഞു 1950 ജാനുവരി 26. അപ്പൊ 1947 ജാനുവരി 22 അത് അംഗീകരിച്ചു. 1950 ജാനുവരി 26 അത് നിലവിൽ വന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞ? 1946 ഡിസംബർ 13 1946 ഡിസംബർ 13 അല്ലെ? ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യയുടെ ആമുഖമായി മാറിയത്. ആ ആമുഖമായി മാറിയത് അംഗീകരിച്ചത് നിയമനിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് അതിനെ അംഗീകരിച്ചത് 1947 ജാനുവരി 22 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന തീയതി എന്ന് ചോദിക്കുമ്പോൾ 1950 ജാനുവരി 26 ആണെന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് ആമുഖത്തിന്റെ ശില്പി എന്ന് വിളിക്കുന്നത് നമ്മൾ ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. അപ്പൊ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ് ശില്പി? ജവഹർലാൽ നെഹ്റു. അല്ലെങ്കിൽ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ശില്പി എന്ന് മാത്രല്ല ചോദിക്കാം, ആമുഖം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേര് തന്നെ പറയും? നമ്മള് ആമുഖം എഴുതിയതും ജവഹർലാൽ നെഹ്റു ആണെന്ന് തന്നെ പറയും ട്ടോ.
ഇനി ഇങ്ങനെ ഒരു ആമുഖം എന്ന് പറയുന്ന ആശയം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖം വേണം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന്? ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. എവിടുന്ന കടമെടുത്ത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഇതിനെ കടമെടുത്തിരിക്കുന്നത്. നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ആമുഖത്തെ നമ്മൾ എന്തൊക്കെ വിശേഷിപ്പിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നും അറിയുന്നത് ഏതിനെ വിളിക്കുന്നത്? ഏതിനെ തന്നെയാണ്? നമ്മുടെ ആമുഖത്തെ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം. 1946 ഡിസംബർ 13 ഭരണഘടനാ നിയമനിർമ്മാണ സഭയില് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയമാണ് എന്തായിട്ട് മാറിയത്? പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അങ്ങനെ ഈ ഭരണഘടന ലക്ഷ്യപ്രമേയം 1947 ജാനുവരി 22 ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ആമുഖം എന്ന രീതിയിൽ അംഗീകരിക്കുകയും 1950 ജാനുവരി 26 ആമുഖം നിലവിൽ വരികയും ചെയ്തു. അല്ലെ? ആമുഖത്തിന്റെ ശില്പി അല്ലെങ്കിൽ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ എന്താണ്? ഭരണഘടനയുടെ മനസാക്ഷി എന്നും ഭരണഘടനയുടെ രത്നം എന്നും നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി ആമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആമുഖത്തിന്റെ കുറച്ച് വിശേഷണങ്ങൾ പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ആമുഖവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ആമുഖത്തിന്റെ ഭേദഗതിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആമുഖത്തിന്റെ വിശേഷണം, നമ്മൾ 2 വിശേഷണം പഠിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ എന്തെന്ന് വിശേഷിപ്പിക്കാം? മനസാക്ഷി എന്ന ആമുഖത്തെ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നും നമുക്ക് ആമുഖത്തെ വിശേഷിപ്പിക്കാം എന്ന് പറഞ്ഞു. ഇനി ഭരണഘടനയുടെ ആത്മാവ്, അതുപോലെ തന്നെ ഭരണഘടനയുടെ താക്കോല്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ട്ടാ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോലുമാണ് നമ്മുടെ ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ് വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. അപ്പൊ ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി അടുത്തത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് നമ്മുടെ ആമുഖം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർ ദാസ് ഭാർഗവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? ആമുഖത്തെ വിശേഷിപ്പിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? KM മുൻഷിയാണ്. ആരാ പറഞ്ഞത്? KM മുൻഷി പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് അഥവാ ID കാർഡ് എന്ന് എന്തിനെ വിശേഷിപ്പിക്കാം? തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിക്കാം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഫൽക്കിവാല. ആരാണ്? ഫൽക്കിവാല. ഇദ്ദേഹമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഫൽക്കിവാല പറഞ്ഞത് തിരിച്ചറിയൽ കാർഡ്. ഇനി ഭരണഘടനയുടെ താക്കോൽ അതുപോലെ തന്നെ ഭരണഘടനയുടെ കീനോട്ട് എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബക്കർ ആണ്. ആരാണ്? ഏണസ്റ്റ് ബർക്കർ ആണ് വിശേഷിപ്പിച്ചത്. ഇനി അടുത്തത് ഭരണഘടനയുടെ ആത്മാവ് എന്ന് മാത്രം വിശേഷിപ്പിച്ചത് ആരാണ്? ഹിദായത്തുള്ളയാണ്. ആരാ വിശേഷിപ്പിച്ചത്? ഹിദായത്തുള്ള. ഇത് ഓരോരുത്തരുടെ വിശേഷണങ്ങളാണ്. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു ഭരണഘടനയുടെ മനസാക്ഷി എന്നും പൊതുവെ അറിയപ്പെടുന്നു. ഭരണഘടനയുടെ രത്നം എന്നും പൊതുവെ എന്തിനെ വിളിക്കുന്നുണ്ട്? ആമുഖത്തെ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആമുഖത്തിന്റെ വിശേഷണങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആമുഖമാണ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം തന്നെയാണെന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്, ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ഫൽക്കിവാലയാണ്. താക്കോല്, കീനോട്ട് എന്നീ പേരുകളിൽ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർക്കർ
വർക്കറാണ്. ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് ഹിദായത്തുള്ളയാണ്. പൊതുവെ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി, ഭരണഘടനയുടെ രത്നം രത്നം എന്നീ പേരുകളിൽ എന്തറിയപ്പെടുന്നു? നമ്മുടെ ആമുഖം അറിയപ്പെടുന്നു. അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ ക്ലിയർ ആയി എന്ന് വിശേഷിപ്പിക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് എന്ത് തുടങ്ങുന്നത്? ആമുഖം തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മലയാളം എന്താണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം, ഭാരതത്തിലെ ജനങ്ങളായ നാം, അല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്നത് എന്താണ്? നമ്മുടെ ആമുഖമാണ്. വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പേരിലാണ് US-ന്റെ എന്തറിയപ്പെടുന്നത്? ആമുഖം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ തുടക്കം. അപ്പൊ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ്, അങ്ങനെയാണ്. മറ്റേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നല്ലേ. ഇത് തെരഞ്ഞെടുത്തത് അപ്പൊ നമ്മൾ എവിടെ നിന്നാണ്? US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ക്ലിയർ ആയില്ലേ? ആമുഖം എവിടെ നിന്ന്? ആമുഖം എന്ന ആശയം കടമെടുത്തത് നമ്മൾ പറഞ്ഞു അല്ലെ. ആമുഖം എന്ന ആശയം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ആമുഖത്തിലെ ആദ്യത്തെ ലൈനായ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വരി നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്നാ പറയുന്നത്? US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കുക. ഈ നമ്മുടെ ആമുഖത്തിൽ ഒരേ ഒരു എന്താ പറയുന്നത് ഡേറ്റേ ഉള്ളൂ. അതെന്താണ്? 1949 നവംബർ 26 എന്നതാണ്. 1949 നവംബർ 26 എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കാണപ്പെടുന്ന ഒരേ ഒരു എന്താണ്? എന്താ പറയാ, ഡേറ്റ് ആണ്. നമ്മൾ പറഞ്ഞു എന്താണ്? ദേശീയ ഭരണഘടനാ ദിനം എന്ന് നമ്മൾ നവംബർ 26 വിശേഷിപ്പിക്കുന്നു എന്ന് ഏതിൽ പറയണ്ടായി? കഴിഞ്ഞ ക്ലാസ്സിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എടുത്തപ്പോ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ തുടക്കം എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. ഇത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരേ ഒരു ഡേറ്റ് മാത്രമേ ഉള്ളൂ. ആ ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26 ആണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇന്ത്യ എന്താണെന്നാണ് ഇന്ത്യയുടെ ആമുഖത്തില്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ പറയാണ് ഇന്ത്യ ഒരു പരമാധികാര, എന്താണ് പറയുന്നത്? പരമാധികാര. പരമാധികാര എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? സോവറിൻ. ഇന്ത്യ പരമാധികാര. അടുത്തത് സ്ഥിതി സമത്വ. എന്താ പറയുന്നത്? പരമാധികാര സ്ഥിതി സമത്വ. സ്ഥിതി സമത്വത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? സ്ഥിതി സമത്വം സോഷ്യലിസ്റ്റ്. എന്താണ്? സോഷ്യലിസ്റ്റ്. അടുത്തത് മതേതര. എന്താണ്? മതേതര. മതേതരം എന്ന് പറയുന്നത് സെക്യുലർ. എന്താണ്? സെക്യുലർ. അടുത്തത് ജനാധിപത്യം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ഡെമോക്രാറ്റിക്. എന്താണ്? ഡെമോക്രാറ്റിക്. അടുത്തത് റിപ്പബ്ലിക്. റിപ്പബ്ലിക്കിനെ ഇംഗ്ലീഷിലും എന്തെന്നെയാ പറയാ? റിപ്പബ്ലിക് തന്നെയാ പറയാ, മലയാളത്തിൽ ഇംഗ്ലീഷിലും. അപ്പൊ നോക്കിയേ, ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് എവിടെ പറയുന്നു? ആമുഖത്തിൽ പറയുന്നു. ആമുഖത്തിൽ പറയാണ്. ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രിയാണ് ആര്? ഇന്ത്യ എന്ന് എന്തിൽ പറയുന്നു? ആമുഖത്തിൽ പറയുന്നു. എന്നാൽ ഈ സോഷ്യലിസ്റ്റ് എന്താണ്? സോഷ്യലിസ്റ്റ് അതുപോലെ തന്നെ സെക്യുലർ. ഈ സോഷ്യലിസ്റ്റ് അതുപോലെ തന്നെ സെക്യുലർ എന്നീ രണ്ട് വേർഡുകൾ എവിടെ ഉണ്ടായിരുന്നില്ല അത്രേ. എവിടെ ഉണ്ടായിരുന്നില്ല എന്നാ പറയണേ? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് വാക്കുകള് എന്നാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 1976 നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തില് ഒരു ഭേദഗതി വരുത്തി. ആ ഭേദഗതി എത്രാമത്തെ ഭേദഗതിയാണ്?
42ാമത്തെ ഭേദഗതിയാണ്. എത്രാമത്തെയാണ്? 42ാമത്തെ ഭേദഗതിയാണ്. ഈ 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത രണ്ട് വേർഡുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ തുടങ്ങിയവ. സോഷ്യലിസ്റ്റ്, സെക്യുലർ. കൂടാതെ ഒരു ആശയം കൂടെ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്ത്യ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് യൂണിറ്റി എന്ന് മാത്രമേ, അതായത് ഇന്ത്യ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതില് ഐക്യം മാത്രമല്ല, അഖണ്ഡത എന്ന ഒരു വാക്കും കൂടി കൂട്ടിച്ചേർത്തു. അപ്പൊ അഖണ്ഡതയുടെ ഇംഗ്ലീഷ് എന്താ? ഇന്റഗ്രിറ്റി. എന്താണ്? ഇന്റഗ്രിറ്റി. 1976 42ാം അമെന്റ്മെന്റ് പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ എവിടെ കൂട്ടിച്ചേർത്തു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. സ്ഥിതി സമത്വ, മതേതരത്വ, അഖണ്ഡത, 3 വേർഡുകൾ കൂട്ടിച്ചേർത്തു. അപ്പൊ ആദ്യം എന്താണ്? യൂണിറ്റി എന്നുള്ള വേർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എന്തായി? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അതായത് രാജ്യത്തിന്റെ ഐക്യം. മുമ്പ് ഉണ്ടായിരുന്നത് ഈ വേർഡാണ്. അതായത് രാജ്യത്തിന്റെ ഐക്യം എന്ന പദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഐക്യം എന്ന് പറയുന്ന പദത്തിനൊപ്പം എന്താക്കി മാറ്റി? ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. എന്താക്കി മാറ്റി? ഐക്യവും അഖണ്ഡതയും ഐക്യവും. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അപ്പൊ ഏത് വാക്കാ കൂട്ടിച്ചേർത്തേ? ഇന്റഗ്രിറ്റി. അപ്പൊ 1976 വന്ന 42ാമത്തെ അമെന്റ്മെന്റ് 1977 ജാനുവരി 3 നിലവിൽ വന്നു. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഏക ഭേദഗതി എന്ന് നമുക്കിതിനെ പറയാം. അപ്പൊ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇതിനെ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം. എന്ത്? ആമുഖത്തിലൊരു തിരുത്ത്. എന്ത് വിശേഷിപ്പിക്കാം? ആമുഖത്തിലൊരു തിരുത്ത്. അല്ലെങ്കിൽ ഇതിനെ വേറൊരു പേരും കൂടി ഇട്ട് വിശേഷിപ്പിക്കുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ വിളിക്കണേ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നതും ഏതിനെ തന്നെയാണ്? ആമുഖത്തിൽ വരുത്തിയിട്ടുള്ള ഈ തിരുത്തിനെ തന്നെയാണ്. അങ്ങനെ ആമുഖത്തിലെ തിരുത്ത് വരുത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആമുഖത്തിൽ തിരുത്ത് വരുത്തിയപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇനി ആമുഖത്തിന് ഇങ്ങനെ ഒരു മാറ്റം വരുത്താം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ആരാണ്? ഏത് കമ്മിറ്റിയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പൊ ആമുഖത്തില് തിരുത്ത് നടത്തിയത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? എന്താ പറയുന്നത്? നമ്മുടെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് എത്രാമത്തെ അമെന്റ്മെന്റ് ആണ്? 42ാമത്തെ അമെന്റ്മെന്റ് ആണ്. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ഇന്ത്യ ആമുഖത്തിൽ പറയുന്നത് ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നാണ്. അതായത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് കൺട്രി ആണ് ഇന്ത്യ എന്നാ പറയണം. എന്നാൽ സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം, സെക്യുലർ അഥവാ മതേതരത്വം എന്ന് പറയുന്ന 2 വാക്കുകള് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ച സമയത്ത് അതിലുണ്ടായിരുന്നില്ല. 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തില് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. കൂടാതെ ഇന്ത്യൻ ഭരണഘടനയില് ആമുഖത്തിലെ രാജ്യത്തിന്റെ ഐക്യം അഥവാ യൂണിറ്റി എന്ന് പറയുന്ന വേർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തിരുത്ത് പ്രകാരം അവിടെ എന്തും കൂടി കൂട്ടിച്ചേർത്തു? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അപ്പൊ യൂണിറ്റി ഓൾറെഡി ഉണ്ട്, ഇന്റഗ്രിറ്റി. അപ്പൊ കൂട്ടിച്ചേർത്ത 3 വാക്കുകൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ 1976 42ാം അമെന്റ്മെന്റ് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു
ചേർത്തു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് ആമുഖത്തിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വരുത്തിയ ഒരേ ഒരു തിരുത്ത് അല്ലെങ്കിൽ എന്താണ് അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതിയാണ്. അപ്പോൾ ഒറ്റ ഭേദഗതിയെ വരുത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അവസാന ഭേദഗതി, ആദ്യ ഭേദഗതി എന്നൊക്കെ നമുക്ക് പറയാം. ആമുഖത്തിലെ ഒരു തിരുത്ത് അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് ഈ ഭേദഗതിയെ വിശേഷിപ്പിക്കാം. ഈ ഭേദഗതി ശുപാർശ ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഈ ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഈ ഭേദഗതി സമയത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആമുഖത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ആമുഖവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത 1-2 കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ജസ്റ്റിസ് അഥവാ നീതി. ലക്ഷ്യം ഏതൊക്കെയാന്നാ പറയണേ? ഒന്ന്, ജസ്റ്റിസ് അഥവാ നീതി ഒരു ലക്ഷ്യമാണ്. അടുത്തത് സ്വാതന്ത്ര്യം അഥവാ ലിബർട്ടി. എന്താണ് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താണ് ലിബർട്ടി എന്ന് പറയുന്നത്? ഒരു എന്താണ് ലക്ഷ്യമാണ്. അടുത്തത് സമത്വം അഥവാ ഇക്വാളിറ്റി. സമത്വം അഥവാ ഇക്വാളിറ്റി, അല്ലെ? ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണ്. അടുത്തത് എന്താണ്? സാഹോദര്യം. എന്താണ്? സാഹോദര്യം ഒരു ലക്ഷ്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ലക്ഷ്യം? സാഹോദര്യത്തിന് എന്താ നമ്മൾ പറയാ? ഫ്രറ്റേണിറ്റി. എന്താ വിളിക്കുക? ഫ്രറ്റേണിറ്റി. അപ്പൊ നീതി അഥവാ ജസ്റ്റിസ്, സ്വാതന്ത്ര്യം അഥവാ ലിബർട്ടി, സമത്വം അഥവാ ഈക്വാളിറ്റി, സാഹോദര്യം അഥവാ ഫ്രറ്റേണിറ്റി തുടങ്ങിയ 4 കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ലക്ഷ്യങ്ങളായി പ്രതിപാദിക്കുന്നത്. അതില് നീതി, നീതി എങ്ങനെയൊക്കെയുള്ള നീതി വേണം? എങ്ങനെയൊക്കെയുള്ള നീതി വേണം? സാമൂഹിക നീതി അഥവാ സോഷ്യൽ ജസ്റ്റിസ്. നീതി എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചൊക്കെ പറയുന്നു? സാമൂഹിക നീതി അഥവാ സോഷ്യൽ ജസ്റ്റിസ്. സാമ്പത്തിക നീതി അഥവാ ഇക്കണോമിക് ജസ്റ്റിസ്. അതായത് ഇന്ത്യൻ പൗരന് സാമൂഹിക നീതി വേണം, സാമ്പത്തിക നീതി വേണം. അടുത്തത് എന്താണ്? രാഷ്ട്രീയ നീതി അഥവാ പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നു. നീതി എന്ന ടേമിൽ പറയണം. അതായത് ഇന്ത്യൻ ഭരണഘടന 3 തരം നീതികളെ കുറിച്ച് പറയുന്നു. മൗലിക അവകാശങ്ങളിലൂടെ, അല്ലെ, ഒരു പൗരന് ലഭിക്കേണ്ട സാമൂഹിക നീതി മൗലിക അവകാശങ്ങളിലൂടെയും മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെയും ഇന്ത്യയിൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി നമ്മുടെ പൗരന്മാർക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോ ജസ്റ്റിസ് അഥവാ നീതിയിൽ എന്തൊക്കെയാ പറയണേ? സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു, അല്ലെ? അതായത് പണത്തിന്റെ, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ജാതിയുടെയും സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കാൻ പാടില്ല. രാഷ്ട്രീയ നടപടി ക്രമങ്ങളില് തുല്യത ഉറപ്പാക്കണം തുടങ്ങിയവയൊക്കെയാണ് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്വാതന്ത്ര്യം അഥവാ ലിബർട്ടി എന്നാ പറഞ്ഞ എന്താ ഉദ്ദേശിക്കണേ? അതായത് മൗലിക അവകാശങ്ങളിലൂടെ ഓരോ ഇന്ത്യൻ പൗരനും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? ഒന്ന്, ചിന്തിക്കാനുള്ള കഴിവ്. അടുത്തത് ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്താണ്? ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ വിശ്വാസം, അതായത് ഓരോ പൗരനും അവൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം. ഇനി അതുപോലെ തന്നെ ഭക്തി, അല്ലെ? ഭക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, ആരാധനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെയാണ് എന്തിൽ പറയുന്നത്? ലിബർട്ടിയിൽ പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോ നമ്മൾ പറയേണ്ട ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങളിലൂടെയും അതുപോലെ 25 മുതൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കും. ഇത്തരം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൗലിക അവകാശങ്ങളിലൂടെ ഒരു വ്യക്തി ലഭിക്കുന്ന ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അവന്റെ വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, ഭക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം, ആരാധനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം, അങ്ങനെയൊക്കെ. ഇനി അടുത്തത് സമത്വം. എന്താണ് സമത്വം? അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമത്വരാണ്. എന്തെങ്കിലും എന്താണ് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഇക്വാളിറ്റി കൊടുക്കാണ്ടിരിക്കാൻ പാടില്ല. അവർ മുകളിൽ മറ്റുള്ളവർ താഴെ. അതുപോലെ തന്നെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവർക്കും എന്ത് പ്രൊവൈഡ് ചെയ്യണം? അവസര സമത്വം പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് ഏതിൽ പറയുന്നത്? ഈക്വാളിറ്റിയിൽ പറയുന്നത്. പിന്നെ സാഹോദര്യം എന്ന് പറയുന്നതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അതായത് പൗരന്മാർക്കിടയിൽ സാഹോദര്യത്തെ
പ്രോത്സാഹിപ്പിക്കണമെന്ന് ഭരണഘടന എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ സാഹോദര്യം എന്ന് പറയുന്ന വേർഡ് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BR അംബേദ്കർ. സാഹോദര്യം എന്ന് പറയുന്ന വേർഡ് വേണം, നിർബന്ധമായിട്ടും ഇന്ത്യൻ ഭരണഘടനയിൽ വേണം എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക്? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ജസ്റ്റിസ് അഥവാ നീതി, ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം, ഈക്വാളിറ്റി അഥവാ സമത്വം, ഫ്രറ്റേണിറ്റി അഥവാ സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയവയിലാണ് അല്ലെ. ഇനി നമുക്ക് എന്താ പറയുന്നത്? നീതിയെ കുറിച്ച് പറഞ്ഞു, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി. സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു, ചിന്തിക്കാൻ, അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം, വിശ്വാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങള്, ഭക്തി, ആരാധന എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയണേ. അതുപോലെ ഈക്വാളിറ്റി, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ളത് കാണിക്കുന്നതാണ്. അവസര സമത്വം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈക്വാളിറ്റി. സാഹോദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് സാഹോദര്യത്തെയാണ് എന്നും കൂടി. പൗരന്മാർക്കിടയിൽ സാഹോദര്യം വളർത്തുക എന്ന് പറയുന്നത് ഭരണഘടന കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും. പിന്നെ ഭരണഘടനയിൽ എന്താ ഈ സാഹോദര്യം എന്ന് പറയുന്ന വേർഡ് എന്താ പറയുന്നത്, സജസ്റ്റ് ചെയ്തത് BR അംബേദ്കർ ആണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയില് പരമാധികാരം, ഇന്ത്യൻ ഭരണഘടനയിൽ പരമാധികാരം ആർക്കാണെന്നാ പറയുന്നത്? പരമാധികാരം പൗരന്മാർക്ക് അല്ലെങ്കിൽ ആർക്കാണ്? ജനങ്ങൾക്കാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് എന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. ഉത്തരം എന്താണ്? ആമുഖത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയില് പരമാധികാരം ജനങ്ങൾക്കാണ് അല്ലെങ്കിൽ പൗരനാണ് എന്ന് പ്രതിപാദിക്കുന്നത് അത് പറയുന്നുണ്ട് നമ്മള്. അത് എന്താണ്? ആദ്യത്തെ വേർഡ് തന്നെ ഭാരതത്തിലെ ജനങ്ങളായ നാം അല്ലെ. അപ്പൊ ഭാരതത്തിലെ ജനങ്ങൾക്ക് ആണ് ഇമ്പോർട്ടൻസ്. അപ്പോ അത് പറയുന്നത്, അപ്പോ പരമാധികാരം പറയുന്നത് ജനങ്ങൾക്കാണെന്ന് പറയുന്നത് എവിടെയാണെന്ന് നമ്മൾ പറയേണ്ടത്? ആമുഖത്തിലാണ് എന്ന് പറയണം കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഭരണഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആമുഖവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ തുടക്കം അങ്ങനെ വേണ്ട, ഇങ്ങനെ മതി. അതായത് ദൈവത്തിന്റെ നാമത്തിൽ എന്ന് തുടങ്ങണം എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ദൈവത്തിന്റെ നാമത്തിൽ എന്ന് തുടങ്ങണം എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് ആരാണ്? HV കമ്മത്താണ്. അപ്പൊ ഭരണഘടനയുടെ ആമുഖം ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് ആരാണ്? HV കമ്മത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? HV കമ്മത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖമടങ്ങിയ ആ പേജ്, ആമുഖത്തിന്റെ പേജിനെ അലങ്കരിച്ച് അതിനെ മനോഹരമാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും റാം മനോഹർ സിൻഹ. റാം മനോഹർ സിൻഹ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ ഇത്രയും ഭംഗിയായിട്ട് അലങ്കരിച്ച വ്യക്തി. റാം മനോഹർ സിൻഹ. ദൈവത്തിന്റെ നാമത്തിൽ എന്ന് ആമുഖം തുടങ്ങണം എന്ന് പറഞ്ഞത് ആരാണ്? HV കമ്മത്താണ്. ആരാ പറഞ്ഞേ? HV കമ്മത്താണ്. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൂടെയാണ് എന്ന് 1949 ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അഭിപ്രായപ്പെട്ടത് ആരാണ്? അപ്പൊ 1949 ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയില് ഭരണഘടനയെ കുറിച്ചുള്ള ഭരണഘടനാ നിയമനിർമ്മാതാക്കളുടെ ആഗ്രഹം, അതായത് ഒരു ഭരണഘടന എങ്ങനെ ആയിരിക്കണം എന്ന ഭരണഘടനാ നിയമനിർമ്മാതാക്കളുടെ ആഗ്രഹം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഭരണഘടനയുടെ ആമുഖം കാണുമ്പോഴാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR
അംബേദ്കർ ആണ്. എപ്പോഴാ പറഞ്ഞേ? 1949 ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അഭിപ്രായപ്പെട്ടു. 1949 ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ പറയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് ഭരണഘടനാ നിയമനിർമ്മാണ സഭയില് ഭരണഘടനാ നിയമനിർമ്മാണത്തിന് വേണ്ടി കുറെ വ്യക്തികൾ ഉണ്ടായിരുന്നു. ആ വ്യക്തികളുടെ ആഗ്രഹം എന്തായിരുന്നു, എങ്ങനെയുള്ള ഒരു ഭരണഘടനയായിരുന്നു എന്ന് നമുക്ക് ഭരണഘടന മുഴുവൻ വായിച്ചു നോക്കൊന്നും വേണ്ട, ഭരണഘടനയുടെ ആമുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തികളുടെ ആഗ്രഹം എങ്ങനെയുള്ള ഭരണഘടനയാണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയില് ആമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുണ്ട്? 1-2 കേസുകൾ ഉണ്ട്. അപ്പൊ ഈ ആമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കേസുകളാണ് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഒരു കേസിന്റെ പേര് ബേറുബാറി കേസ് എന്നാണ്. ബേറുബാറി കേസ്. ഈ ബേറുബാറി കേസ് വന്ന വർഷം 1960-ലാണ്. അപ്പോ അങ്ങനെ ബേറുബാറി കേസിൽ പറയാണ് എന്താണ്? അതായത് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എന്തല്ല? ഭാഗമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അതിന് എന്ത് വരുത്താൻ പറ്റില്ല? ഭേദഗതി വരുത്താൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറയാണ് 1960 ബേറുബാറി കേസിൽ. അതിനുശേഷം രണ്ടാമതൊരു കേസ് വരികയാണ്. ആ കേസിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? കേശവാനന്ദ ഭാരതി. കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസ് വന്ന വർഷം 1973-ലാണ്. 73 പറയാണ് എന്താണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. അപ്പോ അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താതെ, ഇത് മനസ്സിലായ നിങ്ങൾക്ക്? അടിസ്ഥാന തത്വങ്ങളിൽ, അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ, ചെറിയ അടിസ്ഥാന ഘടനയിൽ നമുക്ക് മാറ്റം വരുത്താതെ ചെറിയ അമെന്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാം എന്ന് ആര് പറഞ്ഞു? സുപ്രീം കോടതി. അപ്പൊ നിങ്ങൾ പറയണേ ആദ്യം സുപ്രീം കോടതി പറഞ്ഞൂല പറ്റില്ല എന്ന്, പിന്നെ എന്താ പറ്റുക? അപ്പൊ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ട് ആ വിധി വീണ്ടും അവർക്ക് പുനഃപരിശോധിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ സുപ്രീം കോടതി രണ്ടാമത് പുനഃപരിശോധിച്ചിട്ട് പറയാണ് നമുക്ക് ചെയ്യാം. അതായത് ആമുഖം എന്താണ്? ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. അതിന്റെ അടിസ്ഥാന ഘടനയ്ക്കൊന്നും മാറ്റം വരുത്താതെ നമ്മൾ എന്ത് ചെയ്യാം? അമെന്റ്മെന്റ് ഒക്കെ നടത്താം. പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ കനോട്ട് ബി അമെന്റഡ് എന്നാണ് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞത്. ബേസിക് സ്ട്രക്ചർ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന് പറയുന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പോ സുപ്രീം കോടതി ഈ കേസ് പ്രകാരം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ ഏത് ഭാഗമൊക്കെ ഭേദഗതി ചെയ്യാമെന്ന് എന്തിൽ പറയുന്നുണ്ട്? കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രിയാമ്പിള്. ഇനി പ്രിയാമ്പിളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഭരണഘടനയ്ക്ക് നമ്മൾ പറഞ്ഞു, ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എഴുതിയത് ശില്പി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണ്? ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിയമ ഉപദേശകനായിട്ട് ആരുണ്ടായിരുന്നു മക്കളെ? BN റാവു ഉണ്ടായിരുന്നു അല്ലേ? അദ്ദേഹമാണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന് നിർദ്ദേശിച്ചത്. ആരാണ് വേണമെന്ന് പറഞ്ഞത്? ആമുഖം വേണമെന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണെന്നാ പറയണത്? നമ്മുടെ BN റാവു ആണ്. ഇനി നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയില് നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച എന്താണ്? ലക്ഷ്യപ്രമേയമാണ് എന്തായി മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള്? ഭരണഘടനയുടെ ആമുഖമായി മാറിയെന്നല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, അതൊന്നും നമുക്ക് പഠിക്കണം. നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, അതുപോലെ തന്നെ നിയമവിരുദ്ധം, തെറ്റ്, അതുപോലെ തന്നെ ഇത് തെറ്റാണ്, ഇത് നിയമവിരുദ്ധാണ്, ഇത് പക്വതയില്ലാത്ത ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, അതുപോലെ തന്നെ ദാരുണമായത്, അതുപോലെ തന്നെ അടുത്തത് അപകടകരമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞത് ആരാണ്? ഇതൊക്കെ പറഞ്ഞത് ആരാണെന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ഒരു അംഗമാണ്. അദ്ദേഹത്തിന്റെ പേര് മുകുന്ദ രാമറാവു. എന്താണ്? മുകുന്ദ രാമ
റാവു ജയകർ ട്ടോ. മുകുന്ദ രാമറാവു ജയകർ. ഇദ്ദേഹം പറയാണ് നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയം തെറ്റാണ്, നിയമവിരുദ്ധാണ്, അപക്വമാണ്, ധാരണമായതാണ്, അപകടകരമാണ് എന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ തന്നെ ഒരു അംഗം പറഞ്ഞു. ആ അംഗത്തിന്റെ പേരാണ് മുകുന്ദ രാമറാവു ജയകർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. മനസ്സിലായിട്ടുണ്ട് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിൽ മനസ്സിലായി ടീച്ചറെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു ടീച്ചറെ, അല്ലെങ്കിൽ നല്ല ക്ലാസ് ആ ടീച്ചറെ എന്ന് അഭിപ്രായപ്പെടുക. ഇനി അതല്ല മനസ്സിലായില്ല, ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ തീർച്ചയായിട്ടും എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നെഗറ്റീവ് കമന്റ്, എന്ത് കമന്റ് ഞാൻ സ്വീകരിക്കും. നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോഴല്ലേ എന്റെ നെഗറ്റീവ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ കാണാം കേട്ടോ.